പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, വളരെ ദയനീയമാണ്. പക്ഷേങ്കിൽ അവര് ഇതിപ്പോ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണാനുള്ള വഴികൾ അവർ തേടുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരുപാട് ആൾക്കാരെ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ പറയുന്നത് കേട്ടു, എൻ്റെ വീട് ജപ്തിയാണ്, എൻ്റെ അവസ്ഥ ജപ്തിയിലേക്ക് പോവുകയാണ്, അത് അടുത്ത ആഴ്ചത്തേക്ക് സമയം ചോദിച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. വളരെ സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഇടവന്നതിൽ. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒരു വർഷമായി പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് അവർക്ക് യാതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒന്നോ അല്ലെങ്കിൽ നമ്മളൊരു 10ഓ 20ഓ ആളോ പറയുമ്പോൾ ഇവർ 200 ആള് പറയുകയാണ് കേസ് കൊടുക്കരുത്, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നീളും, അത് നിങ്ങൾക്ക് പൈസ കിട്ടില്ല, ഒരുപാട് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ വക്കീലിന് കൊടുത്ത് നിങ്ങൾ മുടിയും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് പറ്റിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമൂലം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുടെ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ. അവർ ആരോപിക്കുന്നത് നമുക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അത് ശ്രീനാഥ് പ്രതാപൻ എന്നോട് തന്നെ പറഞ്ഞതാണ്, എനിക്കൊക്കെ 3 ലക്ഷം കിട്ടുന്നുണ്ട് എന്ന്. അത് അവർക്ക് അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും കൊടുത്തതാണ്, അങ്ങനെ ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാവും അതിന് ശേഷം. അപ്പോൾ ഇത് വളരെ ഇത്തരത്തിലാണ് ഈ പണം പോയവരെ പറ്റിക്കുന്നത്. ഇത്തരത്തിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന് പണം കിട്ടുന്നു, ഓരോ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് പണം കിട്ടുന്നു എന്നൊക്കെയുള്ള കള്ളങ്ങൾ പറഞ്ഞ് ഇവരുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഇതിനുള്ള പരിഹാരം എന്നാണ്. നിങ്ങൾക്ക് അർജൻറ്റായിട്ട് അടുത്ത മാസമോ അതിൻ്റെ അപ്പുറത്തെ മാസമോ നിങ്ങൾക്ക് ഒരു വലിയ തുക നിങ്ങളുടെ മെഡിക്കൽ ആവശ്യത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ ആവശ്യത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തിയിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അടിയന്തരമായിട്ട് പണം നൽകാനുള്ള പ്രൊവിഷൻ ഈ ബഡ്സ് ആക്ടിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെറ്റീഷൻ ബഡ്സ് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സമർപ്പിക്കാവുന്നതാണ്. ഇൻട്രീം റിലീഫ് ഓർഡർ, അതൊരു ക്ലെയിം പെറ്റീഷനാണ്. അത് ഇൻട്രീം റിലീഫ് ഓർഡർ വേണമെന്ന് പറഞ്ഞ ഒരു ക്ലെയിം പെറ്റീഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, കോടതി അവരുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 11 വാഹനങ്ങൾ, ഇവരുടെ പേരിൽ 11 വാഹനങ്ങളുണ്ട്. അതൊക്കെ ഒരു 21 ദിവസത്തെ നോട്ടീസ് ഇട്ടതിന് ശേഷം ഓപ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21 ഒരു 7 ദിവസം മറ്റ് നടപടിക്രമങ്ങൾക്കും ആയി. പിന്നെ കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും കോടതിക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇടക്കാല ഉത്തരവ് കാണിച്ച് എല്ലാത്തരം ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെയും നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോടതി വിധി, നിങ്ങളുടെ പേരിൽ കിട്ടിയിരിക്കുന്ന കോടതി വിധി കാണിച്ചുകൊണ്ട് മറ്റ് ജപ്തി നടപടികളിൽ നിന്നൊക്കെ ആശ്വാസം ഇത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇത് ജപ്തി കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കേസ് നടക്കുന്ന സെഷൻ കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഇടക്കാല ഉത്തരവ് ലഭിക്കുന്നതായിരിക്കും.
എന്തായാലും കോടതിക്ക് ഇത്തരത്തിലുള്ള അപേക്ഷകൾ വരുമ്പോൾ മാത്രമേ ഈ കോടതിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും അതുവഴി ഏറ്റവും പെട്ടെന്ന് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ കലക്ടർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അടിമകളെ പോലെ കൊണ്ടു നടക്കുന്ന ഗ്രൂപ്പുകളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ കലക്ടറെ പോയി കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വക്കീലിനെ പോയി കണ്ടോ ഇത്തരത്തിലുള്ള ക്ലെയിം പെറ്റീഷൻസ് കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾ വൈകി എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കേസ് കൊടുക്കരുത്, കമ്പനി തിരിച്ചു വരും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് ഇതിനുള്ള ഒരു പരിഹാരം കൂടി തരാൻ വേണ്ടിയിട്ട് അവരോട് പറയുക എന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ നമുക്കറിയാം ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമാണ്. ഈ ഡിജിറ്റൽ ID ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ലീഡർമാരടക്കം പറയുന്നത്. ശ്രീനാഥ് പ്രതാപൻ കഴിഞ്ഞ ദിവസം എന്നോടും പറഞ്ഞത്, ഒന്നും വേണ്ട, ഈ കമ്പനിയുടെ ഒന്നും പ്രവർത്തിക്കാൻ നമ്മളെ സമ്മതിക്കേണ്ട, പക്ഷേങ്കിൽ ആ പണം നമുക്ക് മതി എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കറിയാം ഈ ഡിജിറ്റൽ IDയും ബോണ്ടുകളും ഗ്രോസറി ബോണ്ടുകളും DSCO ബോണ്ടുകളും എല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ആനുകൂല്യം, നമ്മളൊരു കമ്പനി ഈ ബഡ്സ് ആക്ടിൽ പെടുന്നില്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മൾ നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നും കോടിക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ കമ്പനി ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുന്നത്തെ വക്കീലന്മാർ ഒക്കെ നമ്മൾ ഈ പൂളിംഗം കൊടുത്തിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടോ എന്നോ ഒരു കോടതിയിലും പറയാതിരുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ ഇപ്പോൾ ഈ വക്കീലന്മാർ, പുതുതായി വന്ന വക്കീലന്മാർ, അവർ അറിഞ്ഞോ അറിയാതെയോ ഇവർ പറയുന്നു നിക്ഷേപം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ. അത് നമുക്ക് തിരികെ കൊടുക്കാനുള്ള പ്രൊവിഷൻ വേണമെന്നാണ് പറയുന്നത്. അത് എന്തായാലും ബഡ്സ് കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവില്ല എന്നതാണ് നിയമപ്രകാരം ആർക്കും തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഫർണിച്ചറുകൾ അടക്കം ഫ്രീസ് ചെയ്ത ഈ ഒരു കമ്പനി ആൾറെഡി ബഡ്സ് ആക്ടിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരിക്കലും ഈ കമ്പനി തിരിച്ചു വരില്ല.